ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ പാഷൻസ് ആൻഡ് ഹോബീസ്. ഇന്ന് ഞാനൊരു റൈസ് ജിലേബിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വീട്ടിൽ ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഈ ജിലേബി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ചോറ്, 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ തൈര്, 2 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഫുഡ് കളറ്, ഉപ്പ്, ബേക്കിംഗ് സോഡ. ഇതൊക്കെ ഓരോ നുള്ളു വീതം മതി. ഇനി വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ വേണം, 1 കപ്പ് വെള്ളം വേണം, മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതാണ്. നമ്മൾ പഞ്ചസാരയും ഓയിലും അല്ലാത്ത ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായി ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലൊരു കുപ്പി എടുത്തിട്ട് ഈ മാവ് അതിൽ ഒഴിച്ച് വയ്ക്കുക. ഇനി ഇതുപോലത്തെ ഒരു കുപ്പി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സാധാ കുപ്പി എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു ഹോൾ ഇട്ടിട്ട് നമുക്കതും ഉപയോഗിക്കാം. ഇനി ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളത്തിൽ 2 കപ്പ് പഞ്ചസാര ലയിപ്പിച്ചിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ്. കയ്യിലൊട്ടുന്ന പരിവാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ജിലേബിയുടെ ആകൃതിയിൽ ചുറ്റിച്ചെടുക്കുകയാണ്. നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല, നമ്മൾ തിരിച്ചിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ നന്നായി ക്രിസ്പി ആയി പോവും. നമ്മൾ ഷുഗർ സിറപ്പിലോട്ട് കുറച്ച് നേരം മുക്കി വയ്ക്കുകയാണ്. നമുക്ക് അടുത്ത സെറ്റ് ഉണ്ടാക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി, പുറമെന്ന് നമുക്കൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പമായിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.